ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായി എങ്കിലും പിന്നീട് വലിയ ബോട്ടുകൾ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങി. പ്രതീക്ഷിച്ച രീതിയിൽ മത്സ്യം ലഭിക്കുന്നില്ല എന്ന് കൊല്ലം നീണ്ടകരയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മീനിന് വില കൂടുന്നത് കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. ആഴക്കടലിൽ നിന്ന് ബോട്ടുകൾ തിരികെ നീണ്ടകരയിലേക്ക് എത്തുമ്പോൾ ഹാർബർ സജീവമാണ്. കിളിമീനും കണവയുമൊക്കെയാണ് ആദ്യ ദിനങ്ങളിൽ തീരത്തേക്കടുത്തത്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം ആദ്യ ദിനങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് വലിയ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോയി തുടങ്ങിയത്. അതേസമയം മുൻപത്തെ പോലെ മത്സ്യം ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് മോശമായിരുന്നു. ഞങ്ങൾക്ക് കുറേശ്ശേ മീൻ കളഞ്ഞ കൊല്ലത്തോടെ ഈ കൊല്ലം മീൻ കുറവാണ്. മത്സ്യത്തിന്റെ ലഭ്യത കുറവ് കാരണം വില കൂടിയത് ചെറുകിട കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കി. ഒരു വട്ടം കിളിക്ക് 9,000-10,000 രൂപ കൊടുത്ത് മേടിച്ചാൽ 40 കിലോ കിളിയുണ്ട്. അത് കൊണ്ടുവന്ന് വിറ്റ് കൈമുതലാവുന്നില്ല. 50 രൂപയും കൊണ്ട് പാത്രം കൊണ്ട് വിൽക്കുക. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങള്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാകുമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിലായി 3ലേറെ ചെറിയ വള്ളങ്ങൾ തിരയിൽപ്പെട്ട് മുങ്ങി മരണങ്ങളും സംഭവിച്ചിരുന്നു. ഇനിയും ഒരാളെ കണ്ടെത്താനുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് തീരത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊല്ലം.